അസ്സലാമു അലൈക്കും. ഉമർ ഫൈസി ഉസ്താദ് എന്ത് ചെയ്തിട്ടാണ് ഈ ഉമർ ഫൈസി ഉസ്താദിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉമർ ഫൈസി ഉസ്താദ് ഫിഖ്ഹിയായ ഒരു മസാല പറഞ്ഞു. മൂല്യന്മാർ ആരെങ്കിലും ഉമർ ഫൈസി ആ പറഞ്ഞത് ദീനല്ല എന്ന് പറയാൻ തൻ്റെ ഉള്ള ഏതെങ്കിലും ഒരു തലയെക്കെട്ട് കെട്ടിയ മൂല്യർ രംഗത്ത് വന്നിട്ടുണ്ടോ? ഉമർ ഫൈസി ഉസ്താദ് ആ പറഞ്ഞത് ശരിയാണ്. ബഹാവുദ്ദീൻ മൂല്യർ എന്ത് ചെയ്തു? നിങ്ങൾ ആ പറഞ്ഞത് വ്യക്തമാണ്, 4 കാലുള്ള കുരക്കുന്ന വാല് വളഞ്ഞ ജീവി എന്ന് പറഞ്ഞ നായാണെന്ന് മനസ്സിലാവും എന്നാണ് അയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഉമർ ഫൈസി ആ പറഞ്ഞപ്പോൾ ബഹാവുദ്ദീൻ മൂല്യർക്ക് അത് പാണക്കാട് സാദിഖ് അലി തങ്ങളെയാണെന്ന് തോന്നി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇയാൾ ഈ പറഞ്ഞ വിശേഷണങ്ങളെ കൊണ്ട് ആളെ മനസ്സിലായി എന്ന് പറയുമ്പോൾ, വിവരമില്ലാത്ത ആളുകളെ കാളിയാക്കുക, യോഗ്യതയില്ലാത്ത ആളുകളെ കാളിയാക്കുക, അതൊന്നും ശറയിൽ അംഗീകരിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട കാര്യങ്ങളല്ല, അങ്ങനെയല്ല കാളിയാവേണ്ടത് എന്ന് ഉമർ ഫൈസി പറയുമ്പോൾ, 4 കാലുള്ള ജീവിയാണ്, വാല് വളഞ്ഞതാണ്, കുരക്കണതാണ് എന്ന് പറയുമ്പോൾ ജീവി ഏതാന്ന് മനസ്സിലാവും, ആളെ പേര് പറയേണ്ട കാര്യമില്ല എന്നാണല്ലോ നബിന്റെ ഭാഷ്യം. അപ്പൊ ഇങ്ങനെ ഉമർ ഫൈസി പറഞ്ഞപ്പോഴേക്ക് അത് സാദിഖ് അലി തങ്ങളാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ, സാദിഖ് അലി തങ്ങളെ കുറിച്ച് അയാളുടെ കൺസെപ്റ്റും കാഴ്ചപ്പാടും എന്താണ്? ആരാ അവിടെ സാദിഖ് അലി തങ്ങളെ മോശമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണത്? ഇയാളല്ലേ? എങ്ങനെ ഉമർ ഫൈസിന്റെ തലയ്ക്ക് വരല്? അപ്പോൾ ഉമർ ഫൈസിനെ അതിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്തിട്ട് അത് കത്തിച്ച് നിർത്തിയിട്ട് ഈ മന്ദബുദ്ധികളായ കുറെ ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർക്ക് ഉമർ ഫൈസി പാണക്കാട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ പാടി നടക്കുമ്പോൾ ഉമർ ഫൈസിനെ ഡാമേജ് വരുത്തണ ആ ഒരു പണി മനഃപൂർവ്വം ചെയ്യാണ്. രണ്ടാമത് ഇപ്പോൾ മുഷാവറയിൽ നടന്ന സംഭവത്തിനെ കുറിച്ച് ലോക ചരിത്രത്തിൽ കേൾവില്ലാത്ത വിധം ഒരു യോഗത്തിലെ അവിടുത്തെ ഓരോ കിള്ളും കീറി മാധ്യമങ്ങളോട് ഒരു ഉളുപ്പില്ലാതെ ഒരു മനുഷ്യൻ തോലില്ലാതെ മേത്ത് തോലില്ലാത്തൊരു പണിയല്ല ഈ ചെയ്യുന്നത്. അവിടെ അത് നടന്ന് മറ്റേ ചായ കോപ്പ അങ്ങോട്ട് വെച്ച് മറ്റേ ചായ കുടിച്ചപ്പോൾ നാവ് പൊള്ളി എന്തൊക്കെ മുഷാവറയിൽ നടന്നു ഇത് മുഴുവനോ ഇങ്ങനെ മാധ്യമങ്ങളോട് പറയാം. എന്നെ കള്ളൻ, ഞാൻ എന്താ നിങ്ങളത് കട്ടത് എന്ന് ചോദിച്ചു ഞാൻ അയാൾ പറയുന്നുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഉമർ ഫൈസി കള്ളൻ എന്ന് വിളിച്ചത് ഇയാളെയാണ്. അങ്ങനെ ഉമർ ഫൈസി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമർ ഫൈസിന്റെ ദീർഘവീക്ഷണമാണ് എന്ന് മുഷാവറിൽ നിന്ന് പുറത്തിറങ്ങി പത്രക്കാരോട് ഇയാൾ പറയലോട് കൂടെ തന്നെ അത് ബോധ്യപ്പെട്ടു. അത് ഇയാളുടെ സൗകര്യത്തിനത് മുഷാവറുള്ള എല്ലാവരെയാണ് എന്നാണ് ഇയാൾ വരുത്തി തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ മാത്രം ഞാൻ എന്താ നിങ്ങളത് കട്ടത് എന്ന് ചോദിക്കുവോ? ആ ചോദ്യത്തിൽ തന്നെ ഉമർ ഫൈസി നിങ്ങളെപ്പോലത്തെ കള്ളന്മാർ എന്ന് പറഞ്ഞാൽ അത് ഇയാളെയാണെന്ന് ഇയാൾക്കും മനസ്സിലായിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഉമർ ഫൈസിന് എന്നിട്ട് അതിന്റെ പേരിൽ എന്ത് ചെയ്യുക? ഉമർ ഫൈസിന് ഇങ്ങനെ പിന്നെ മാധ്യമങ്ങളുടെ ഇടയിൽ ഉമർ ഫൈസി എന്തോ ഒരു വില്ലൻ പരിവേഷം കൊടുത്തിട്ട് നിർത്തുക. ഇനി യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നെ കാരണം എന്താ അറിയോ? ഇവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആരിക്കുട്ടി ഉസ്താദ് വളരെ ആവശ്യനാണ്, പ്രായാധിക്യം ചെന്ന അവസ്ഥയിലാണ്. അള്ളാഹു തആല അദ്ദേഹം ദീർഘായുസ്സ് കൊടുക്കട്ടെ. അടുത്ത സമസ്ത കേരള ജമിയത്തിനുള്ള സെക്രട്ടറി സ്ഥാനത്തേക്ക് വളരെ യോഗ്യന്മാരായ പലരും ഉണ്ടെങ്കിലും നിലവിൽ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനോളം ആർജവവും ഇൽമും പരിചയവും പിന്നെ എക്സ്പീരിയൻസ്, അതേപോലെ തഴക്കം ഇതൊക്കെ ചെന്ന ആളുകൾ മറ്റുള്ളവർ കുറവാണ്. അപ്പോൾ ഉമർ ഫൈസി സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ സമസ്തനെ കൊണ്ട് കുരങ്ങെളുപ്പിക്കാൻ നടക്കുന്ന കുറെ ഈ രാഷ്ട്രീയ കുപ്പായിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ അടിമകളായ ചില കൊട്ടാര മൂല്യന്മാരും, ഇവർക്ക് അവരുടെ ഉദ്ദേശിച്ച ഈ കളികളൊന്നും നടക്കൂല. സമസ്തയുടേതായ അന്തസ്സിൽ മുന്നോട്ട് പോകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സയ്യിദുൽ ഉലമ സമസ്തന്റെ പ്രസിഡന്റും മുക്കം ഉമർ ഫൈസി സമസ്തന്റെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഈ ഒരു പവർഫുള്ളായ പ്രസ്ഥാനത്തിനെ കുരങ്ങെളുപ്പിച്ച് നടക്കാൻ ആർക്കും കഴിയില്ല. അത് ഇവർക്ക് നമ്മളെക്കാണ് അറിയാം. അപ്പൊ ഉമർ ഫൈസി സെക്രട്ടറി സ്ഥാനത്ത് വരാൻ പാടില്ല. അതിന് ഉമർ ഫൈസിന് എന്തോ ഒരു കളങ്കിതനാണെന്ന് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള വളരെ പ്രീ പ്ലാൻഡ് ആയ ഒരു തിരക്കഥ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ഇതൊക്കെ സുന്നികൾ തിരിച്ചറിയുന്നുണ്ട്. അത്രേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.